സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യു തൃതീയൻ കാത്തോലിക്ക ബാവ. മദ്യം സുലഭമാക്കുന്ന നയം അപലപനീയമാണ്. സർക്കാരിന്റെ കണ്ണ് പണത്തിൽ മാത്രമാണ്. ലഹരിയുടെ കാര്യത്തിൽ സർക്കാർ ബോധവൽക്കരണം നടത്തിയാൽ മാത്രം പോരാ എന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. ഇന്ന് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ളത് ഈ ലഹരി മരുന്ന് ഉപയോഗമാണെന്നുള്ളത് അവിതർക്കിതമാണ്. സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്നതിന് ശ്രമിച്ച സർക്കാരിനെ പ്രത്യേകമായി ഈ സമയത്ത് നാം അഭിനന്ദിക്കുകയാണ്. എന്നാൽ അതേസമയം മദ്യത്തിൻ്റെ ലഭ്യത സുലഭമാക്കുന്ന നയങ്ങൾ മറുവശത്തുണ്ട്. അത് അപലപനീയമാണ്. മദ്യം ഇഷ്ടം പോലെ മനുഷ്യന് ലഭ്യമാകാനുള്ള എല്ലാ സൗകര്യങ്ങളും മുറുക്കാൻ കട പോലെ ഇങ്ങനെ അനേകം കടകളുണ്ടാക്കിയതിന് ശേഷം മദ്യപിക്കരുതെന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിലാണ് കണ്ണ്. ജി ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഏത് വേദിയിലായിരുന്നു ബാബയുടെ പരാമർശം? ലഹരിക്കെതിരെ ഓർത്തഡോക്സ് സഭ നടത്തുന്ന ഡ്രഗ്സിറ്റ് എന്ന ഒരു ദിവസത്തെ കോൺക്ലേവ് പരിപാടിയുണ്ട്. ഇതിന്റെ ആദ്യ സെഷനിലാണ് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യു തൃതീയൻ കാത്തോലിക്ക ബാവ അതിരൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് സർക്കാരിന് പണത്തിൽ മാത്രമാണ് കണ്ണുള്ളത് എന്ന് പറയുന്നു. അതായത് ഈ മുറുക്കാൻ കട പോലെ നാട്ടിലാകെ ലഹരി ഷാപ്പുകൾ, മദ്യ വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങുന്നു. പക്ഷേ അതിനുശേഷം നിന്നുകൊണ്ട് ഇത് കഴിക്കരുത് എന്ന് പറയുന്നു. ഇതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊന്നുകൂടിയുള്ളത്, ഏതാണ്ട് 5600 കോടിയിലധികം രൂപ വിവിധ സ്വകാര്യ കമ്പനികളിൽ നിന്ന് സർക്കാരിന് കിട്ടാക്കടമുണ്ട്. പക്ഷേ ഇത് പിരിച്ചെടുക്കാൻ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. പണം വേണം എന്ന് പറയുമ്പോൾ തന്നെ ഇത് പിരിച്ചെടുക്കാൻ നടപടി ഉണ്ടാകുന്നില്ല. കാരണം ഇതേ കമ്പനികളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. അത് സർക്കാരിനെ മാത്രമല്ല, പൊതുവെ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്നുകൂടി അതിരൂക്ഷമായ ഭാഷയിൽ ഗുരുതരമായ ആരോപണവും കാത്തോലിക്ക ബാവ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. നമുക്കറിയാം, പലതരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകൾ പല വിമർശനങ്ങളും നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കടന്ന് ഒരൽപ്പം രൂക്ഷമായ ഭാഷയിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് കാത്തോലിക്ക ബാവ വിമർശിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നിലമ്പൂർ പോലെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് തന്നെ സർക്കാരിന് ഒരു കുറിക്ക് നോക്കി കൊള്ളുന്ന നിലയിലുള്ള ഒരു അതിരൂക്ഷമായ വിമർശനം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അഭിലാഷ്. യെസ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ശ്രീജിത്ത് നൽകിയത്.